ഒരാൾ നമ്മുടെ കാറിനെ കുറ്റിക്കടിച്ചു. ഇന്ത്യൻ ക്രിമിനൽ നിയമത്തിലെ പ്രധാനപ്പെട്ട രണ്ട് നെടും തൂണുകളാണ് BNS ആൻഡ് BNSS. ഭാരതീയ ന്യായ സംഹിതയും ഭാരതീയ നാഗരിക് സുരക്ഷാ സംഹിതയും. BNSന് ആദ്യത്തെ പേര് ഇന്ത്യൻ പീനൽ കോഡ് അഥവാ IPC എന്നായിരുന്നു. BNSSന് ആദ്യത്തെ പേര് ക്രിമിനൽ പ്രൊസീജിയർ കോഡ് എന്നായിരുന്നു. 2024 ജൂലൈ 1 ഈ രണ്ട് പുതിയ നിയമങ്ങളും നിലവിൽ വന്നത്. എന്താണ് ഇവ തമ്മിലുള്ള പ്രധാനപ്പെട്ട വ്യത്യാസങ്ങൾ? BNS പ്രധാനമായും പറയുന്നത് ഇന്ത്യയിലെ പ്രധാനപ്പെട്ട ചില ക്രിമിനൽ കുറ്റങ്ങളെക്കുറിച്ചിട്ടാണ്. അത്തരത്തിലുള്ള ക്രിമിനൽ കുറ്റങ്ങൾ എന്തൊക്കെയാണ്, അതിനുള്ള ശിക്ഷ എന്താണ്, അതിനുള്ള ഫൈൻ എന്താണ് എന്ന് മാത്രമേ പറയുന്നുള്ളൂ. എന്നാൽ BNSS ആകട്ടെ ഈ കുറ്റങ്ങൾ എങ്ങനെയാണ് കോടതിയിൽ വിചാരണ ചെയ്യപ്പെടേണ്ടത് എന്ന് പറയുന്ന നടപടിക്രമങ്ങൾ അഥവാ പ്രൊസീജിയേഴ്സിനെ കുറിച്ചാണ് പറയുന്നത്. ഉദാഹരണത്തിന് ഒരാൾ നമ്മുടെ കാറിനെ കുറ്റിക്കടിച്ചു. അത് എന്ത് ഒഫൻസാണ്, അതിന് എന്ത് ശിക്ഷ കിട്ടും, അതിന് എന്ത് ഫൈൻ കിട്ടും എന്നാണ് BNSൽ പറയുന്നത്. എന്നാൽ BNSSൽ പറയുന്നത് ഈ കുറ്റം ജാമ്യം കിട്ടുന്ന വകുപ്പിലുള്ളതാണോ, ജാമ്യം കിട്ടാത്ത വകുപ്പിലുള്ളതാണോ, കൊഗ്നിസിബിൾ ആണോ, നോൺ കൊഗ്നിസിബിൾ ആണോ, അതായത് പോലീസിന് നേരിട്ട് കേസെടുക്കാവുന്ന ഒരു കുറ്റമാണോ, അല്ലെങ്കിൽ കോടതിയുടെ അനുമതിയോടെ മാത്രമേ കേസെടുക്കാൻ പറ്റുകയുള്ളൂ, കോമ്പൗണ്ടബിൾ ആണോ, നോൺ കോമ്പൗണ്ടബിൾ ആണോ, അതായത് കോടതിയുടെ അനുമതിയില്ലാതെ ഇത് സെറ്റിൽ ചെയ്യാൻ പറ്റുമോ, ഇത് ഏത് കോടതിയിലാണ് വിചാരണ ചെയ്യേണ്ടത്, മജിസ്ട്രേറ്റ് കോടതിയിലാണോ അതോ സെഷൻസ് കോടതിയിലാണോ, ഇങ്ങനെയൊക്കെയുള്ള പ്രൊസീജിയറുകളെക്കുറിച്ച് പറയുന്ന നിയമമാണ് BNSS. നിങ്ങൾ കാളവണ്ടി കണ്ടിട്ടുണ്ടോ? ന്യൂജൻ പിള്ളേർക്കൊന്നും ഈ കാളവണ്ടി എന്നൊന്നും പറഞ്ഞാൽ മനസ്സിലാവില്ല. കാളവണ്ടി ഇംഗ്ലീഷിൽ പറഞ്ഞാൽ ബുള്ളോ കാട്ട്. അപ്പോൾ ഈ ബുള്ളോ കാട്ടിൽ രണ്ട് കാളകൾ അപ്പുറത്തും ഇപ്പുറത്തും ഉണ്ട്. ഈ രണ്ട് കാളകളുടെ കഴുത്തിലും ഒരു കയറ് കെട്ടിയിരിക്കും. ഈ കയറിൻ്റെ മറ്റേ അറ്റം എന്ന് പറയുന്നത് കാളവണ്ടിക്കാരൻ്റെ കയ്യിലായിരിക്കും. അയാളാണ് ഈ രണ്ട് കാളകളെ നിയന്ത്രിക്കുന്നത്. അതുപോലെയാണ് BNSും BNSSനെയും നിയന്ത്രിക്കുന്നത് BSA, ഭാരതീയ സാക്ഷി അധിനിയം എന്ന് പറയുന്ന ഒരു നിയമമാണ്. ഇതിൻ്റെ പഴയ പേര് എവിഡൻസ് ആക്ട് എന്നാണ്. ആന്തരണ്ണ ഭാരതീയ സാക്ഷി അധിനിയം സമയമുണ്ടല്ലേടേ, അണ്ണം പറഞ്ഞുതരാം. എല്ലാം കൂടെ ഒറ്റയടിക്ക് പറഞ്ഞു തന്നാൽ കമ്പനിക്ക് നഷ്ടം. ಎಲ್ಲರಿಗೂ ಟೈಮ್ ಬರ್ತದೆ, ವೆಯ್ಟ್ ಮಾಡು.